ഞാനെപ്പോഴും പല്ലിയുടെ വാലാണ് അതിന് പ്രധാനമായിട്ട് ഉദാഹരണമായിട്ട് പറയുന്നത്. നിങ്ങളുടെ ഒരു ശരീരം മുറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും നിങ്ങളുടെ ഉമ്മത്ത് സഹിതം പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ ഇപ്പം മുറിഞ്ഞു പോയ ഒരു കൈ വളരില്ല. ഇല്ല. പക്ഷെ ഒരു പല്ലിയുടെ വാല് മുറിച്ചിട്ട് ഒറ്റ പല്ലിയും പ്രാർത്ഥിക്കാതെ ആ വാല് വളർന്നു വരും. കാരണം അത് സഹജവും സാധ്യമായ ഒരു കാര്യമായതുകൊണ്ട് വാല് വളരും. നിങ്ങളുടെ ഇത് സഹജവും സാധ്യവുമല്ല. എന്നാൽ നിങ്ങളുടെ കരൾ ഇച്ചിരി മുറിച്ച് മാറ്റിയിട്ട് അത് വളരണമേ എന്ന് നിങ്ങളെ ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും അത് വളരും. കാരണം അവിടെയുള്ള നിങ്ങളുടെ കോശങ്ങൾക്ക് ആ ഒരു സ്വഭാവമുണ്ട്. അതായത് എന്താണോ ഇൻഹറൻ്റ് ആയിട്ട് പൊട്ടൻഷ്യലായിട്ട് ഉള്ളത് അത് ഓക്കെയാണ്. അതിന് നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും സെയിം റിസൾട്ട്. ഇപ്പം മനസ്സിലായോ ഗാലലിയുടെ പരീക്ഷണം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? രണ്ടും ഒരുമിച്ച് താഴെ വീഴുന്നതുകൊണ്ടാണ് കൂട്ടിക്കെട്ടി ഇട്ടപ്പോഴും ഒരേപോലെ താഴെ വീണത്. മനസ്സിലായോ? ക്ലിയർ ആയിട്ടില്ല എങ്കിൽ പോലും അത് പൂർണ്ണമായിട്ട് എനിക്ക് ഞാനൊരു മതവിശ്വാസി ആയതുകൊണ്ടായിരിക്കും സാറ് പറയുന്നത് എനിക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഭാരം കൂടിയ ഈയഗോളും ഭാരം കുറഞ്ഞ ഈയഗോളും ഒരു ഉയരത്തിൽ നിന്ന് താഴേക്ക് ഒരുമിച്ച് വീഴും. അതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അത് ചന്ദ്രനിലൊക്കെ കറക്റ്റായിട്ട് അപ്പോളോ 12 അത് തെളിയിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒറ്റക്കിട്ടാലും രണ്ടുകൂടെ കൂട്ടിക്കെട്ടി വിട്ടാലും ഒരേ സമയത്ത് വീഴുള്ളൂ. കാരണം അതിന് സഹജമായി ഒരേ സമയത്ത് വീഴാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു സ്വഭാവം ഉണ്ട്. അതൊരു സത്യമാണ്, ഒരു വസ്തുതയാണ് എന്നുള്ളതാണ്. വെയിറ്റ് കൂടുതലുണ്ടെങ്കിലും വെയിറ്റ് കൂടുതലില്ലെങ്കിലും അത് രണ്ടുപേരും കൂട്ടിക്കെട്ടി വെച്ചാലും വീഴും എന്നാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ നിങ്ങൾക്ക് നടക്കാൻ ഇടയുള്ള ഒരു സാധ്യത, ഉദാഹരണമായിട്ട് നിങ്ങളൊരു പരീക്ഷ എഴുതുന്നു, നന്നായിട്ട് എഴുതുന്നു, ജയിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു, ജയിക്കുന്നു. അത് ചിലപ്പോ മനസ്സിലായി, ഇപ്പൊ ക്ലിയർ ആയി. അവിടെ നിന്ന് വരുന്ന ഒരു ഉത്തരം കൊണ്ടൊന്നും അല്ല നിങ്ങൾ ജയിക്കുന്നത്, അത് സഹജമായിട്ട് നിങ്ങൾ ജയിച്ചു എന്നുള്ളതാണ് സാറ് പറയുന്നത്. വർക്ക് ചെയ്തു, നിങ്ങൾ ഹാൾ ടിക്കറ്റ് വാങ്ങിച്ചു, നിങ്ങൾ അറ്റൻഡ് ചെയ്തു, നിങ്ങളെല്ലാം ചെയ്തു, നിങ്ങൾ അതിനകത്ത് വൃത്തിയോടൊന്നും മറിച്ചു വെച്ചില്ല, സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണോ ജയിക്കാൻ വേണ്ടത് അതെല്ലാം നിങ്ങൾ ചെയ്തു. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയോ, നിങ്ങൾ ആഹാരം കഴിക്കാതിരിക്കുകയോ, നിങ്ങൾ കിടന്ന് ഉരുളുകയോ, നിങ്ങൾ തേര് വലിക്കുകയോ, തൂങ്ങുക എന്ന് പറഞ്ഞാൽ ഗരുഡൻ തൂക്കം, അങ്ങനെയുള്ള തൂക്കം നിങ്ങൾക്ക് എന്തും ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 ദിവസം പ്രാർത്ഥന, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു തീർത്ഥാടനം എല്ലാം നടത്താം. അപ്പൊ കുട്ടികൾ ഉണ്ടാക്കുന്നത് തൊട്ടിൽ കെട്ടി കുട്ടി ഉണ്ടാക്കാം, ഉള്ളി കമിഴ്ത്തി കുട്ടി ഉണ്ടാക്കാം, വെള്ളം കുടിച്ചും ബിസ്ക്കറ്റ് തിന്നും പല രീതിയിലും കുട്ടി ഉണ്ടാക്കാം, അല്ലാതെയും കുട്ടി ഉണ്ടാക്കാം. അല്ലാതെ കുട്ടി ഉണ്ടാക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിട്ടും ഉണ്ടാക്കാൻ കഴിയുന്നത്. മനസ്സിലായോ? പക്ഷെ എന്നിരുന്നാൽ പോലും കുട്ടി ഉണ്ടാക്കാനുള്ള യഥാർത്ഥ രീതി എല്ലാ മതവും പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പം മറ്റേ രീതിയിൽ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളാണെങ്കിൽ പോലും സയൻസ് എത്രത്തോളം വിജയിച്ചെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീയും ഒരു പുരുഷൻ്റെയും രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു കുട്ടിയെ നമുക്ക് ജന്മം നൽകാൻ പറ്റുള്ളൂ എന്നുള്ളതാണല്ലോ ഇത്. അതും ദൈവമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ മറ്റു മതങ്ങളൊക്കെ ഇപ്പോൾ ഇസ്ലാം മതമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറയുകയാണെങ്കിൽ ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് ഇസ്ലാം കൃത്യമായിട്ട് പറയുന്നില്ലേ? ഞാൻ അതിനെക്കുറിച്ച് ഒരു വലിയൊരു പ്രസംഗം തന്നെ ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. അതായത് ഞാൻ ചോദിക്കുന്നത്, ഈ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ യാതൊരു കഴിവുമില്ലാത്ത ഒരു വ്യക്തി, അതായത് നിരക്ഷരനായിരുന്ന വ്യക്തിയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് എഴുത്തോ വായന അറിയാത്ത ഒരു വ്യക്തി. ആ ഒരു വ്യക്തി എങ്ങനെ ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു 5-ാം അധ്യായത്തിൽ 3-ാം സൂക്തം എങ്ങാണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അത് വളരെ വ്യക്തമായിട്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ് പറയാന്ന് പറഞ്ഞാൽ അത് അത്ഭുതമല്ലേ? അതെങ്ങനെ പറയാൻ സാധിക്കും? ഒന്ന് നിങ്ങൾ ലോഡഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഒന്ന്, ഈ ഖുറാനിൽ പറയുന്ന ഭ്രൂണശാസ്ത്രം എന്ന് പറഞ്ഞാൽ ബുൾഷിറ്റ് ആണ്. അത് ഞാൻ വളരെ വിശദമായിട്ട് 1.5 മണിക്കൂറുള്ള ഒരു വീഡിയോയിൽ അതിനകത്ത് ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ സമയത്തുണ്ടാകുന്ന ഫോർമേഷൻ ഒക്കെ വെച്ചുകൊണ്ട് ഖുറാനിൽ പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതെങ്ങനെ പറയാം? അതൊന്ന് വിശദീകരിച്ച് തരികയാണെങ്കിൽ ഇപ്പൊ ഞാൻ എനിക്കും കുറച്ച് അറിവ് കിട്ടും. അതെന്താ പ്രശ്നം എന്ന് വെച്ചാല് അതിന്റെ ഓരോരോ ഘട്ടവും ആയത്തുകളും ഒക്കെ ഞാനിപ്പോ ഒരു 5-6 വർഷമായിക്കാണ് ആ പരിപാടി ചെയ്തത്. അപ്പൊ ഓരോരോ ശ്ലോകങ്ങളും ഓരോരോ ആയത്തിലും ഓരോരോ സമയത്ത് ഓരോന്ന് വരുന്നു, പിന്നെ ചൂയിങ്കം പോലെ വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഗതികളുണ്ട്. ഇതെല്ലാം അങ്ങനെ അല്ല എന്നുള്ളതിന് വളരെ ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സും ഫിസിഷ്യൻസും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എനിക്കിപ്പം എല്ലാം അതേ കണക്ക് ഗ്രാനുലാർ ഡീറ്റെയിൽസ് റീകോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇത് ഇത്രേ ഉള്ളൂ. അത് വെറുതെ ഒരു മതഭാവന മാത്രമാണ്. ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഇല്ല എന്ന് മാത്രമല്ല, പിന്നെ ഈ പ്രാചീന സമൂഹങ്ങളിലും